ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഗുഡ് ഈവനിങ്. ഓക്കെ. My name is Amin Shadia. I'm from Kozhikode. We are advertising and sales management graduate. After I completed MA Journalism and Digital Media, then PG diploma in online teaching completed. Now I'm working as an online tutor in Angle B Learn as a social science teacher. Okay, മാം, ക്ലിയർ ആണ്. ഓക്കെ. എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? യെസ് മാം, സുഖാണ്. ഓക്കെ. ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം, ഇന്ന് പോയിട്ടില്ല. എന്ത് പറ്റി? മാം, എനിക്ക് കുറച്ച് സുഖമില്ലായിരുന്നു. ആണോ? എന്താണ് പ്രശ്നം? എനിക്ക് ചെറിയൊരു ഫീവർ ഉണ്ടായിരുന്നു, ചെറിയ ചുമ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ പോയില്ല. ഓക്കെ, ഇപ്പം സുഖമുണ്ടോ? ഞാൻ ഫുഡും മെഡിസിനൊക്കെ കഴിച്ചപ്പോ ഇപ്പം ചെറിയ സുഖമുണ്ട് മാം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് മൂവ് ആയാലോ? യെസ് മാം. ഓക്കെ. അപ്പം മാം ഇന്ന് എടുക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ജൈനിസം എന്ന് പറഞ്ഞ ചെറിയൊരു പോർഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് അല്ലെ. അപ്പൊ ഏർലി സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയനെ കുറിച്ചും അതിന്റെ ഒക്കെ കാര്യങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ മാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് മോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ഏതാ മോളോട് ചോദിക്കുകയാണെങ്കിൽ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് സയൻസ് ആണ് മാം. അതിലെ ബയോളജി എനിക്കിഷ്ടാണ്, അതുപോലെ എനിക്ക് ഫിസിക്സും ഇഷ്ടമാണ്. ഓക്കെ, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് അത് രണ്ടും ഇഷ്ടപ്പെടാൻ കാരണം? ബയോളജി എനിക്ക് ആദ്യം മുതലേ ഇഷ്ടമായിരുന്നു മാം. ഫിസിക്സും എനിക്ക് പഠിക്കാൻ കുറച്ച് സിമ്പിളാണ്. ഓക്കെ. അപ്പൊ സോഷ്യൽ ഇഷ്ടല്ലേ? സോഷ്യൽ മാം എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്ത് പറ്റി? എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്? മാം, സോഷ്യൽ ഒരുപാട് പഠിക്കാനുണ്ട്. കുറെ പഠിച്ചാല് ഒരുപാട് എഴുതാനൊക്കെ പറ്റും മാം. ഓക്കെ, മാമിന് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഒരുപാട് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം അല്ലെ, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റൂ, സോഷ്യൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷെ അതിനൊരു ട്രിക്കി വേ ഉണ്ട്. എന്താണെന്നറിയോ? എന്താണ് ട്രിക്കി വേ എന്നറിയോ മോൾക്ക്? ട്രിക്കി വേ എന്താന്ന് വെച്ചാല് മോൾ എന്ത് ചെയ്യാ, എന്നും കുറച്ച് സമയം നമ്മൾ കഥ വായിക്കാറില്ല. മോൾക്ക് ബാലരമ ബാലഭൂമി ഒക്കെ ഇഷ്ടാണോ? യെസ് മാം, എനിക്ക് ഇഷ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാ, സോഷ്യലിനെയും നമ്മൾ എന്ത് ചെയ്യാ, ഒരു കഥ പോലെ കാണാൻ തുടങ്ങുക അല്ലെ. ജിയോഗ്രഫിയിലൊക്കെ നമ്മൾ ക്ലൈമറ്റ്സിനെയും മാപ്സിനെയും ഒക്കെ പഠിക്കും. എന്ത് ചെയ്യാ, അതൊക്കെ ഒരു സ്റ്റോറി ആയിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ഒരുപാട് ഭാരപ്പെട്ട് പഠിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഈസി ആയിട്ട് അല്ലെ, ഒരു 2-3 വട്ടം വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, പഠിക്കാൻ പറ്റണം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ജൈനിസത്തിന്റെ വേറൊരു മോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ പാട്ട് പോലെ പഠിക്കാൻ നോക്കുക. വർത്തമാന മഹിവിര ബോൺ അറ്റ് കുന്തങ്കല ഗ്രാമ, അങ്ങനെ എന്ത് ചെയ്യുക, ഒരു സോങ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ കഥ പോലെ വർത്തമാന മഹിവിര ജനിക്കുന്നത് ഇങ്ങനെ അങ്ങനെ എന്ത് കുന്തങ്കല ഗ്രാമത്തിലാണെന്നുള്ള രീതിയിൽ ഒരു കഥ പോലെ എന്ത് ചെയ്യുക, പഠിക്കുക. അല്ലാതെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, വളരെ നല്ല പോലെ ഒരു കഥ പോലെയും പോലെയും ഒക്കെ എന്ത് ചെയ്യാ, പഠിച്ചാൽ നമുക്ക് എന്താ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യലിനെ ഇഷ്ടപ്പെടാൻ പറ്റും. നമുക്ക് പാട്ട് ഇഷ്ടാണോ? യെസ് മാം, എനിക്ക് പാട്ട് ഇഷ്ടാണ്. നമ്മളൊരു പാട്ട് പാടിയേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് പാടിയേ. ഏത് പാട്ടാ ഇഷ്ടം മാം? എനിക്ക് അങ്ങനെ പാടാൻ ഇഷ്ടല്ലേ? പാടാൻ ഇഷ്ടാണ്, പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമുക്ക് ക്ലാസ്സിൽ മോൾ എന്ത് ചെയ്യണം, നമ്മളുടെ അറ്റൻഷൻ എത്രത്തോളം ക്ലാസ്സിലേക്ക് കിട്ടുന്നോ അത്രയും എന്തായിരിക്കും, അടിപൊളിയായിട്ട് നമുക്ക് എന്തായിരിക്കും, ക്ലാസ്സിനെയും മാമിനെയും ഒക്കെ എന്തായിരിക്കും ഇഷ്ടപ്പെടും. അല്ല മാം ഇവിടെ ഡയറക്റ്റ് വന്ന് എന്താണ് കാര്യം എന്നൊക്കെ മോളുടെ അടുത്ത് സ്ട്രിക്ട്ലി പറഞ്ഞാൽ എന്താണ്, നമുക്ക് ക്ലാസ് ഇഷ്ടപ്പെടില്ല, മാമിനെ ഇഷ്ടപ്പെടില്ല അല്ലേ? യെസ് മാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയുന്നില്ലെങ്കിൽ 2 വരി പാട്ട് പാടിയേ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കൽപ്പിച്ചോറബേനിക്കേകിയ മലർമുട്ടേ, കൽവിന്റെ കണ്ണേ ഉറങ്ങുറങ്ങ്. വെരി ഗുഡ്.
മോള് പാടിയല്ലേ? വെരി ഗുഡ്. നല്ല രസമുണ്ട് ട്ടോ കേൾക്കാന്. നല്ലപോലെ പാടി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പം നമുക്ക് ഇനി എന്നാല് മോളിപ്പം ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവും അല്ലേ? ആ യെസ് മാം, ഇൻട്രസ്റ്റഡ് ആയി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മോൾ മാം പറയുന്നത് എന്ത് ചെയ്യണം? നല്ലപോലെ കേട്ടിട്ടിരിക്കണം. ആ മാം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്, പറഞ്ഞോളൂ. ഇപ്പം കോൺഫിഡന്റ് ആയില്ലേ? ഒരു പാട്ടൊക്കെ പാടി കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോ നീതു എന്തായി? ഇപ്പം സ്മാർട്ട് ആയി അല്ലേ? അത് നമ്മൾ പറഞ്ഞോളൂ. മാം, എനിക്കിനി 2 വീക്സിനേക്ക് ക്ലാസ് വേണ്ട. എന്ത് പറ്റി? മാം, എനിക്ക് നെക്സ്റ്റ് 2 വീക്സ് കഴിഞ്ഞാൽ എനിക്ക് എക്സാം ഉണ്ട് സോഷ്യൽ. അപ്പൊ എനിക്ക് അതിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്കിനി ക്ലാസ് ഇങ്ങനെ എടുക്കുമ്പോ എനിക്ക് പഠിക്കുന്നതിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. ഓക്കേ, മനസ്സിലായി. അതുകൊണ്ട് മോൾക്ക് എക്സാം ആണെന്ന് കരുതി നമ്മൾ ക്ലാസ് നിർത്തുകയാണോ ചെയ്യേണ്ടത്? മാം, ക്ലാസ് നിർത്തിയാൽ എനിക്കൊരു 90% മാർക്ക് സ്കോർ ചെയ്യണം എന്നാണ് ആഗ്രഹം ഈ വരുന്ന എക്സാമില്. അപ്പൊ എനിക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്താലേ മാം 90% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഓക്കെ നീതു, മാമിന് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് 90% എന്ത് ചെയ്യണം? മാർക്ക് സ്കോർ ചെയ്യണം. പക്ഷേ അതിന് നമ്മൾ ഒരിക്കലും ക്ലാസ് സ്റ്റോപ്പ് ചെയ്യല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്താ പകരം ചെയ്യേണ്ടത്? മാം, ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മാമിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കുന്ന സ്ട്രാറ്റജി എന്ത് ചെയ്യും? മാം ചേഞ്ച് ചെയ്യും അല്ലെ? മോൾ എന്താണ് എക്സാം ആന്ന് മാമിന്റെ അടുത്ത് പറഞ്ഞല്ലോ അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിന്റെ സ്റ്റൈലിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ക്ലിയർ? ആ, ഓക്കെ മാം. അപ്പൊ എങ്ങനെ മാറ്റാൻ പറ്റും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എക്സാം നല്ലപോലെ മോക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാം, പഠിക്കണം. ഓക്കെ, മോളൊരു കാര്യം പഠിക്കും ല്ലേ? ഒരു കാര്യം പഠിക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം അല്ലേ? എന്ത് ചെയ്യണം? മോള് പറഞ്ഞേ, എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ല്ലേ? മോക്കൊരു കാര്യം നല്ല പോലെ എഴുതാനൊക്കെ കിട്ടണമെങ്കിൽ മോൾ ആ കാര്യം എന്ത് ചെയ്യണം? നല്ല പോലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പം മാം ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യണം അല്ലേ? നല്ല പോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മോൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നല്ല പോലെ എഴുതാൻ പറ്റൂ. ക്ലിയർ? മാം ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം അല്ലെ? പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മോൾ എന്താ ചെയ്യേണ്ടത്? നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നല്ലപോലെ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം അല്ലെ? പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നല്ലപോലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിലാവണം അല്ലെ? മോളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എത്രത്തോളം ഉണ്ടതനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പം മാമിന് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം അല്ലെ? മാമിന് ഇവിടെ മോളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള അതറിയണം അല്ലെ? അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? മാമിന് എടുത്തരാൻ പറ്റൂ അല്ലെ? അപ്പൊ മാം ഇവിടെ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഒരിക്കലും എക്സാം ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്? എക്സാമിൽ നിന്ന് എടുക്കുമ്പോൾ ക്ലാസ് ക്വിറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത് അല്ലെ? ക്ലാസ് കുറച്ചു കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിർത്തി വെക്കല്ല ചെയ്യേണ്ടത്. അതിന് പകരം എന്ത് ചെയ്യണം മോള്? ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ എക്സാം ഫോളോ ചെയ്തിട്ട് ക്ലാസ് എടുക്കാന്ന് നോക്കാം. മാം ഇങ്ങനെ ചാപ്റ്റേഴ്സ് എടുത്ത് തരുമ്പോ എനിക്ക് എക്സാമിൽ അതിൽ എങ്ങനെയാ ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ചാപ്റ്റേഴ്സിന് പകരം ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് ചാപ്റ്ററിന് കിട്ടുമെന്ന് നോക്കാം. മോക്ക് 90% അല്ലെ? മോക്ക് എത്ര പെർസെന്റേജ് മാർക്ക് സ്കോർ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞത്? 90% മാർക്ക് എന്ത് ചെയ്യണം? സ്കോർ ചെയ്യണം എന്നാണ് നീതുവിന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ 90% മാർക്ക് കിട്ടണമെങ്കിൽ മോൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണം? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഏതൊക്കെ പാഠത്തുനിന്ന് വരും ല്ലേ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക അല്ലേ? അപ്പൊ നമുക്ക് എന്താ ഒരുപാട് വാരി വലിച്ചില്ലേ? നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ? നമ്മൾ ഒരുപാട് വാരി വലിച്ച് പഠിക്കും. എന്നിട്ട് നമ്മൾ പഠിച്ചതൊന്നും എന്ത് ചെയ്യില്ല? എക്സാമിന് വരില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചതൊന്നും എന്ത് ചെയ്യില്ല? കാണില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഏതാണ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ല്ലേ? അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചാപ്റ്റർ ഉണ്ട്. അതെന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 10 മാർക്കിന്റെ എബോ എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അഡൽറ്റ് ഫ്രാൻസിസ് യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാൻസിസിന്റെ ചാപ്റ്റർ ഉണ്ട്. അതെന്താണ്? അതൊരു നമുക്ക് എന്ത് ചെയ്യാം? ഒരു 15 മാർക്കിന് എന്ത് ചെയ്യാം? അത് എക്സ്പെക്ട് ചെയ്യാം.
അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചാപ്റ്ററും അഡൽട്ട് ഫ്രാൻസിസിന്റെ ചാപ്റ്ററും നല്ല രീതിക്ക് പഠിച്ചു പോയാൽ മോക്ക് 40ൽ എത്ര മാർക്ക് കിട്ടും? 40ൽ 25 മാർക്ക് എവിടുന്ന് കിട്ടും? നമ്മുടെ ഈ ഒരു 2 ചാപ്റ്ററിന്നും കിട്ടും. അപ്പൊ ഈ 2 ചാപ്റ്റർ മോൾ തറവാക്കി പോയാൽ തന്നെ നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? യെസ് മാം. അങ്ങനെയാണെങ്കിൽ മോളുടെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, മോൾക്ക് ഏത് ഭാഗത്തൊക്കെയാണ് കൺഫ്യൂഷൻ ഉള്ളത്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോളുടെ അടുത്ത് മാം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മോൾക്ക് കിട്ടുമോ നോക്ക്. അപ്പം വാട്ട് ഈസ് അഡൽട്ട് ഫ്രാൻസിസ്? മോളൊന്ന് പറഞ്ഞു നോക്കി, എന്താണ് അഡൽട്ട് ഫ്രാൻസിസ്? ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, വാട്ട് ഈസ് അഡൽട്ട് ഫ്രാൻസിസ്? മോൾ എങ്ങനെ അതിന് എക്സാം അറ്റൻഡ് ചെയ്യും? മാം എനിക്ക് കുറച്ചറിയാം. ഓക്കെ, നമുക്ക് അറിയുന്ന ഭാഗം ഒന്ന് പറഞ്ഞു നോക്കിയേ. അഡൽട്ട് ഫ്രാൻസിസ് മീൻസ് the right to vote above the age of 18 based on the gender. It's all okay. മോക്കപ്പൊ എന്താണ് മാമിന് ഇപ്പൊ ഇവിടുന്ന് മനസ്സിലായ കാര്യം, മോക്ക് എന്താണ് കോൺസെപ്റ്റ് ക്ലിയർ ആണ്. പക്ഷെ എങ്ങനെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും, മോക്ക് ആൻസർ എന്ത് ചെയ്യാ അറിയാം, പക്ഷെ എങ്ങനെ അതിനെ അറ്റൻഡ് ചെയ്യും എന്നുള്ളത് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവാനുണ്ട്, അല്ലേ? അങ്ങനെ മാം ഒരു PDF ഷെയർ ചെയ്യാം. മാമിന്റെ അടുത്ത് മോളുടെ എക്സാമിന് വേണ്ടിയിട്ട് മാം പ്രിപ്പയർ ചെയ്തൊരു PDF ഉണ്ട്, മാം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. മോൾക്ക് അത് പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ മാം എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾക്ക് നോക്കാം. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് യൂണിവേഴ്സൽ ഐഡന്റിറ്റി ഫ്രാൻസിസ്, അല്ലെ? അത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാന്ന് നോക്കാം. ഇപ്പൊ മാം ഇവിടെ കാണിക്കുന്നതൊക്കെ എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മോൾ നല്ല രീതിക്ക് പഠിച്ചു പോവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാം. അപ്പൊ യൂണിവേഴ്സൽ ഐഡന്റിറ്റി ഫ്രാൻസിസ് എന്താന്ന് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ക്ലിയർ? യൂണിവേഴ്സൽ. അപ്പൊ മോൾ ഇതൊന്ന് വായിച്ചേ. Adult Francis means that every adult citizen has a right to vote in the election without discrimination based on caste, religion, gender, wealth or education. Okay. അപ്പൊ എന്താണ്, ഒരിക്കലും ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അഡൽട്ട് ഫ്രാൻസിസ് മീൻസ് എന്താണ്, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മാർക്കിന് പ്രതീക്ഷിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മാർക്കിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാം. 5 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈ ഒരു ക്വസ്റ്റ്യന് വരാൻ ഒരു 50%ഓളം ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ എന്താണ് ചാൻസ് കൂടുതലാണ്. ക്ലിയർ? അപ്പം അഡൽട്ട് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാല് മീൻസ് അഡൽട്ട് ഹാസ് റൈറ്റ് ടു വോട്ട്, അല്ലെ? എല്ലാവർക്കും, നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും എന്തെയാണ്, വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ അഡൽട്ട് ഫ്രാൻസിസ് പറയുന്നത് എന്താണ്, ഓരോരുത്തർക്കും വോട്ട് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള നമ്മുടെ പ്രായപരിധി എത്ര, മോളൊന്ന് പറഞ്ഞേ. വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി എത്ര, എത്ര വയസ്സുള്ള ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റുക, എത്ര വയസ്സ് മുതലുള്ള ആളുകൾക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുക, മോളൊന്ന് പറഞ്ഞേ. അതെ, വെരി ഗുഡ്. എത്രയാണ്? 18, അല്ലെ? വെരി ഗുഡ്. ഇപ്പൊ 18+ അല്ലെ, നമ്മുടെ ഏജ് എത്രയാണ്, വോട്ട് ചെയ്യാനുള്ള ഏജ് എത്രയാണ്, 18+ ആണ്, അല്ലെ? അപ്പം 18ഉം അതിന് മുകളിലേക്കുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? യെസ് മാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് അഡൽട്ട് ഫ്രാൻസിസ് എന്ന് വെച്ചാല്, ഒരു വിത്തൗട്ട് ദ ഡിസ്ക്രിമിനേഷൻ, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, അല്ലെ? വിത്തൗട്ട് ദ ഡിസ്ക്രിമിനേഷൻ ഓഫ്, എന്താണ്, വിത്തൗട്ട് ദ ഡിസ്ക്രിമിനേഷൻ, അല്ലെ? കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ, വെൽത്ത് ഓർ എഡ്യൂക്കേഷൻ. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മൾ മോളിപ്പോ പറഞ്ഞു മാമിന്റെ അടുത്ത് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാന്ന്, അല്ലെ? ഇപ്പൊ മോൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് മാം, നമ്മൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഏത് ഭാഗം വീക്ക് നോക്കിയൊക്കെ വെരി ഗുഡ്. അപ്പം മാം ഏത് ഭാഗമാണ് മോൾക്ക് വീക്ക് ആയിട്ടുള്ള ഭാഗം, അല്ലെ? ഏത് ഭാഗത്താണ് മോക്ക് വീക്ക് ആയിട്ടുള്ളത്, അപ്പൊ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. അപ്പൊ മോക്ക് എന്താ എക്സാം എഴുതാൻ കുറച്ചും കൂടെ എന്താവും, മോൾ കോൺഫിഡന്റ് ആവും, അല്ലെ? എക്സാം എഴുതാൻ എന്താ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് മോക്ക് എഴുതാൻ പറ്റും, അല്ലെ? എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യും, വരും. ക്ലിയർ? യെസ് മാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാം നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, അല്ലേ? മാം പറഞ്ഞിട്ടുണ്ട് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്കൊരു 8 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരും, അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് എത്ര മാർക്കിന് വരും, ഒരു 8 മാർക്കിനൊക്കെ എന്ത് വരും, ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ മോൾ എന്ത് ചെയ്യുക, ഇത് നല്ലപോലെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അല്ലെ? ഒരു 8 മാർക്സ് എന്ത് ചെയ്യും, ഇലക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് കിട്ടും. അതിൽ മെയിൻലി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇലക്ഷൻ എന്ന് മോൾക്ക് അറിയോ? മോൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത്, എന്താണ് ഇലക്ഷൻ എന്നറിയോ? ഇലക്ഷൻ എന്താണെന്നറിയോ? മാം എലക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ മോൾ അതിന് ഇംഗ്ലീഷ് പറഞ്ഞേ. സെലക്ട് ദ റെപ്രസെന്റേറ്റീവ് ഫോർ ദ കൺട്രി.
ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ആ ആൻസർ എന്തായിരിക്കും? തെറ്റിപ്പോവും അല്ലെ? അങ്ങനെ പറഞ്ഞാൽ എന്താവും? ആ ആൻസർ എന്തായിപ്പോവും? തെറ്റിപ്പോവും. പകരം നമുക്ക് എന്തായി പറയാം? The election means it is a process through which the people choose their representative by voting. അല്ലെ? നമുക്കെന്താ ഒരു കൺട്രിക്ക് മാത്രമല്ല, നമ്മൾ എന്ത് പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാവും അല്ലെ? കോപ്പറേറ്റീവിലേക്ക് ഇലക്ഷൻ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു കൺട്രിക്കുള്ള റെപ്രസെന്റേറ്റീവ് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ നമുക്ക് ആവശ്യമുള്ള പീപ്പിൾ ചൂസ് ദെയർ റെപ്രസെന്റേറ്റീവ് ബൈ വോട്ടിംഗ്. വോട്ടിങ്ങിലൂടെ ഒരു റെപ്രസെന്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? എലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് എത്രയോ വട്ടം എന്താണ് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് മോൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ എന്താ എക്സാമിന് നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഇത് അല്ലെ, ഇതെന്താണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതെന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ്. ഓക്കെ, ക്ലിയർ. ഇത് നല്ലപോലെ പഠിക്കണം. ഓക്കെ, ഇതെന്താന്ന് മാം ജസ്റ്റ് പറഞ്ഞുതരാം. വാട്ട് ആർ ഇലക്ഷൻ ഇമ്പോർട്ടന്റ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി? അല്ലെ, വൈ ആർ ദ ഇലക്ഷൻ? എന്തുകൊണ്ടാണ് ഇലക്ഷൻ എന്താകുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? Election allows the citizens to choose their representative, change the government peacefully and participate in the democratic process. They are also elected representative accountable to the people. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഒരു സമാധാനപരമായിട്ട് ഒരു കൺട്രി മൂവ് ചെയ്യുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ റെപ്രസെന്റേറ്റീവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റണം അല്ലെ? അപ്പൊ ഒരു ടൈം വരെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്ലാസ്സിൽ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യലുണ്ട് അല്ലെ? എങ്ങനെയാ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാറ്? മാം, ലീഡേഴ്സിനെ നമ്മള് ക്ലാസ്സിലുള്ള എല്ലാവർക്കും ആരാണോ ഇഷ്ടം അതിനനുസരിച്ച്. അതെ, വെരി ഗുഡ്. അതുപോലെ തന്നെ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലേക്ക് ഒരു റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കണം. ഇന്നൊരാൾ ഈ ഒരു പഞ്ചായത്ത് നോക്കണം എന്ന് നമ്മൾ വിചാരിക്കണമെങ്കിൽ അയാൾക്ക് എന്താ അതിൻ്റെതായ ക്വാളിറ്റീസ് നമ്മൾ കാണും. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? വോട്ട് ചെയ്യുക. അപ്പം ഒരു കൺട്രിക്ക് ഇപ്പൊ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു, അതിനുശേഷം അയാൾക്ക് നമ്മൾ കണ്ട് ക്വാളിറ്റീസ് ഒന്നും അയാൾ മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അയാളെ ചേഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഒരു പീരീഡ് ഓഫ് ടൈം കൊടുക്കും. ഈ ഒരു പീരീഡ് ഓഫ് ടൈമിന് ശേഷം നമുക്ക് അതേ റെപ്രസെന്റേറ്റീവിനെ മതി, അവരെല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും അവരെ വോട്ട് ചെയ്തിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും? വിജയിപ്പിക്കും. അപ്പം അത് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെന്റിനെ ചേഞ്ച് ചെയ്യും അല്ലെ? ആ ഗവൺമെന്റ് വേണ്ട, നമുക്ക് വേറെ ഗവൺമെന്റ് ചേഞ്ച് എടുക്കാന്നുള്ള ഒരു ഡിസിഷൻ വരും. അപ്പം പീസ്ഫുള്ളി അല്ലെ, ആളുകൾക്ക് പീസ്ഫുള്ളി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലെ? എല്ലാവർക്കും ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിസിപ്പേറ്റ് അല്ലെ? ഓരോ വോട്ടും അല്ലെ, ഓൾ വോട്ട് ആർ ഇമ്പോർട്ടന്റ് അല്ലെ? വൺ വോട്ട് ഈസ് അല്ലെ, ഓരോരുത്തരുടെ വോട്ട് എന്താണ്? വൺ വോട്ട് ഫ്രം വൺ ഈസ് എന്താണ്? ഇമ്പോർട്ടന്റ് അല്ലെ? ഒരു കാര്യത്തിന് ഒരു രാജ്യത്തിൽ ഒരാളെ വോട്ടാണെങ്കിൽ അത് എന്താണ്? അത് നമുക്ക് എന്താണ്? ഇമ്പോർട്ടന്റ് ആണെന്ന് എന്താണ് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പം ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ദ പ്രോസസ് ഓഫ് പീപ്പിൾ ദേ ചൂസ് ദെയർ റെപ്രസെന്റേറ്റീവ് ബൈ വോട്ടിംഗ് അല്ലെ? വോട്ടിങ്ങിലൂടെ ഒരു റെപ്രസെന്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ എന്തുകൊണ്ടാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത്? അവർക്ക് ആ ഒരു ഇതില് പറ്റൂലെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവരെ മാറ്റാൻ പറ്റണം അല്ലെ? ക്ലിയർ ആണോ? അപ്പൊ നെക്സ്റ്റ് മാം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മളൊന്ന് ആൻസർ ചെയ്തേ. Constitution means the law of a country. Very good. വെരി ഗുഡ്. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും ഒരു എക്സാമിന് മോളെടുത്ത് വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് എപ്പോഴും ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. പക്ഷെ ഇത് നമ്മൾ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഓഫ് എ കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ നമുക്ക് കറക്റ്റ് ആവില്ല. അതിന് കറക്റ്റ് ഡെഫിനിഷൻ എന്താണോ അത് ക്ലിയർലി നമ്മൾ പഠിച്ചു പോവാ. അപ്പൊ മാം എന്തോ ഇനി മുതൽ ക്ലാസ്സിൽ മോക്ക് എക്സാം കഴിയുന്നത് വരെ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിനെ ചാപ്റ്റേഴ്സ് ഫുള്ളി എടുക്കാണ്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് അവിടുന്ന് മോൾക്ക് പോയിന്റ് വൈസ് തന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇനി ക്ലാസ്സുകൾ എടുക്കുക. ഓക്കെ മാം, താങ്ക് യു. ഞാൻ അങ്ങനെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് ഇനി വേണ്ടാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ക്ലാസ് വേണ്ടെന്ന് വെക്കല്ല. അപ്പം മാം ഏതെങ്കിലും ചാപ്റ്റർ പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വന്നാലോ, മാം എന്ത് ചെയ്യും? ആ ചാപ്റ്റർ എടുക്കുന്നതിന്റെ കൂടെ തന്നെ മോൾക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എന്ത് ചെയ്യും? പറഞ്ഞു തരും. ക്ലിയർ? ഓക്കെ മാം, ക്ലിയർ. അപ്പം ഇന്ന് നമ്മൾ എന്ത് ചെയ്യാ? ഈ 2 ചാപ്റ്ററും കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് ഇനി നോക്കാണ്ട്. പിന്നെ നമ്മൾ ഈ
നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഭാഗം ഏതാണോ അത് നല്ലപോലെ എന്ത് ചെയ്യുക. ഇതൊരു നമുക്ക് അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ എന്ത് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റില്ല. പകരം ഇങ്ങനെ ചോദിക്കില്ലേ, വൈ ഡസ് എ ഡെമോക്രാറ്റിക് കൺട്രി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തുകൊണ്ട് ഒരു കൺട്രിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യം എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ അതിനെ ആൻസർ ചെയ്യും? നമ്മൾ നോക്കിയേ, a constitution provides rules for governing the country, limits government powers, protects citizen rights and establishing the principle of a common. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണല്ലേ? അപ്പൊ നമുക്കിത് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരുപാട് പഠിച്ചിട്ടല്ല ആൻസർ ചെയ്യാൻ പറ്റുക. പകരം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ട് ഡെമോക്രാറ്റിക് കൺട്രിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ഇലക്ഷൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇലക്ഷൻ എന്തുകൊണ്ട് ഡെമോക്രാറ്റിക് കൺട്രിക്ക് ആവശ്യം മനസ്സിലായത്. അപ്പൊ നമുക്കൊരു ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് അത് എന്ന് മനസ്സിലാവണം അല്ലെ? എന്താണ് ഡെമോക്രാറ്റിക് അല്ലെ? എന്താണ് ഇലക്ഷൻ എന്ന് മനസ്സിലായാലേ എന്തുകൊണ്ട് ഒരു കൺട്രിക്ക് ഇലക്ഷന്റെ ആവശ്യം എന്ന് മനസ്സിലാവും. ഇലക്ഷൻ എന്താന്ന് മോക്ക് അറിയില്ലെങ്കിൽ മോക്ക് എന്താണ് ആ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതും കൂടെ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് മൂവ് ചെയ്യാം. യെസ് മാം, മൂവ് ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്, വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് മോൾ പറഞ്ഞു, ഇറ്റ്സ് എ ലോ ഓഫ് എ കൺട്രി അല്ലെ? ഇറ്റ്സ് എ ലോ ഓഫ് എ കൺട്രി ആണ്. അപ്പം അതിനെ ക്ലിയർലി പറയുന്നത് ജിവൻ സ്ട്രക്ചർ ആൻഡ് ദ പവർ ഓഫ് ദ ഗവൺമെന്റ് അല്ലെ? എന്താണ് സ്ട്രക്ചർ? സ്ട്രക്ചർ മീൻസ് എന്താ, ഒരു ഗവൺമെന്റിന് രൂപ എടുക്കുക അല്ലെ? രൂപ എടുക്കുന്നതും അതിന്റെ പവറും. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പവർ ആൻഡ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ അല്ലെ? ഓരോരുത്തർക്കും ഓരോ റൈറ്റ്സ് ഉണ്ട് അല്ലെ? നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം അല്ലെ? സ്വാതന്ത്ര്യം എന്നായിരുന്നു, സ്വാതന്ത്ര്യദിനം എന്ന് നടത്തുന്നത് ഏത് മാസം നമ്മൾ പറഞ്ഞേ? ഓഗസ്റ്റ് 15. വെരി ഗുഡ്. അപ്പം നമുക്ക് ഇപ്പൊ അടുത്ത് ഓഗസ്റ്റ് 15 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമുക്ക് കുറെ കോൺസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ? നമുക്ക് കുറെ റൈറ്റ്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു റൂൾ ഉണ്ട് അല്ലെ? ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു റൂൾ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കുറെ റൂൾസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ നമ്മുടെ റൈറ്റ്സ്, നമ്മളെ റൈറ്റ് ആണെന്ന് നമ്മൾ പറയും അല്ലെ? എന്താണ് കാര്യങ്ങളെ കുറിച്ച് സത്യമാണെങ്കിൽ, നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലെ? പഠിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലെ? അതുപോലെ ഒരുപാട് റൈറ്റ്സ് നമുക്കുണ്ട്. പക്ഷെ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ? ഈ റൈറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യമല്ല. പക്ഷെ ഈ റൈറ്റ്സിനൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കൂടെ ഒരാളുള്ളതാണ്. അതിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ നിയമങ്ങളും അതിന്റെ റൂൾസും അതിന്റെ റൈറ്റ്സിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന സിറ്റിസൺ, നമ്മുടെ മനുഷ്യന്മാരല്ലേ, ഇന്ത്യൻ സിറ്റിസൺസിനെ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നത്, വൈ ഡസ് ദ ഡെമോക്രാറ്റിക് കൺട്രി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, യെസ് മാം. അപ്പൊ മാം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പാറ്റേണിലൊക്കെ ചേഞ്ച് വരിക ഇങ്ങനാണോ? യെസ്. അപ്പൊ നമുക്ക് എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണ് ഇനി മുതൽ കാണാൻ പറ്റില്ല. നമ്മളെ ക്വസ്റ്റ്യൻ പാറ്റേൺസിൽ കാര്യങ്ങളിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി പഠിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് എന്താണ് നമുക്ക് എക്സാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മാം ജസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് മോളുടെ അടുത്ത് ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചോദിക്കാം. അപ്പം ജസ്റ്റ് മാം ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിൽ മോക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. വാട്ട് ഈസ് അഡൽട്ട് ഫ്രാൻസിസ്? എന്തായിരുന്നു അഡൽട്ട് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാല്? ഇറ്റ്സ് എ റൈറ്റ് ടു വോട്ട്. വെരി ഗുഡ് അല്ലേ? റൈറ്റ് ടു വോട്ട് ആണ് എന്ത് അഡൽട്ട് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ അല്ലെ? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, യൂണിവേഴ്സൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാൻസിസ് എന്ന് ചോദിച്ചാൽ മോൾ എങ്ങനെ ആൻസർ ചെയ്യും അതിന്? പറഞ്ഞേ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാൻസിസിനെ മോൾ എങ്ങനെ ആൻസർ ചെയ്യും? അതിനെ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും മോളെന്ന് പറഞ്ഞേ. അതെന്ന് പറഞ്ഞാല് മാം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ പറഞ്ഞേ റൈറ്റ് ടു വോട്ട്. വെരി ഗുഡ്. റൈറ്റ് ടു വോട്ട്. എങ്ങനെയാണ് റൈറ്റ് ടു വോട്ട് എന്ന് പറയാൻ പറ്റും? ഏത് ബേസിസിലാ? എല്ലാവർക്കും റൈറ്റ് ടു വോട്ട് ഉണ്ടോ? എത്ര വയസ്സ് മുതലുള്ള ആളുകൾക്കാ? 18+ അല്ലെ? 18+ ഏജ് ഉള്ള ആളുകൾക്ക് എന്താണ് റൈറ്റ് ടു വോട്ടിനുള്ള എന്തുണ്ട്? 18+ ഏജ് ഉള്ള ആളുകൾക്കാണ് റൈറ്റ് ടു വോട്ട് ഉള്ളത്. അതെന്താ? വിത്തൗട്ട് ദ ഡിസ്ക്രിമിനേഷൻ. വെരി ഗുഡ്.
വിത്തൗട്ട് ദ ഡിസ്ക്രിമിനേഷൻ. അപ്പൊ മോൾക്ക് ഈ ചാപ്റ്റർ കുറച്ച് എന്താണ് ക്ലിയർ ആണല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ ഇനി ക്ലാസ് എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാല് മോൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇനിയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറുതെ ടൈം എന്ത് ചെയ്യുന്നില്ല, കളയുന്നില്ല. പകരം മോൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കേണ്ട ചാപ്റ്റർ മാം എന്ത് ചെയ്യും, ഒന്നും കൂടെ ഫസ്റ്റ് മുതൽ എടുക്കും. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു പോകുന്ന രീതിയിലല്ല, ആ ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗമാണോ ഇമ്പോർട്ടൻസ് അത് മാം ഒന്നും കൂടെ എടുത്തു തരും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, എങ്ങനെയൊക്കെ ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ. നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നോക്കിയാല് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും അല്ലെ, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. പിന്നെ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റാറ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ കാണാൻ പറ്റുക, 2 മാർക്കിന്റെ കഴിഞ്ഞാല് പിന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. പിന്നെ കാണാൻ പറ്റുക 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും, 5 മാർക്സിന്റെ കാണാൻ പറ്റും. പിന്നെയോ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ ഉണ്ടാവും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ വരുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ബേസിസിൽ വേണം എന്ത് ചെയ്യാൻ, അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഒരുപാട് സമയം എന്ത് ചെയ്യരുത്, ഒരു ക്വസ്റ്റ്യന് മാത്രമായിട്ട് എന്ത് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. ക്ലിയർ? നമുക്ക് എല്ലാ ആൻസറും എന്ത് ചെയ്യണം, നമുക്ക് അറിയുന്ന ആൻസർ ആയിരിക്കും, പക്ഷെ നമുക്ക് എന്ത് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ ടൈം കിട്ടാത്ത പ്രശ്നം പറയാറുണ്ട് അല്ലെ. അധികം ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അറിയുന്ന ആൻസർ ആയിരുന്നു മിസ്സേ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല എന്നുള്ളത് പറയാറുണ്ട് പലരും. പക്ഷെ അതിന്റെ റീസൺ എന്താ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാം ഒരു എക്സാമിന്റെ ഒരു പാറ്റേൺ പറഞ്ഞുതരാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, 2 മാർക്കിന്റെ ആൻസർ മേൽ ഒരുപാട് സമയം എന്ത് ചെയ്യരുത്, സ്പെൻഡ് ചെയ്യരുത്. ക്ലിയർ? 2 മാർക്കിന്റെ എന്ത് ചെയ്യരുത്, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ക്ലിയർ? നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ എന്തുണ്ടാവും, നല്ല ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം മാം എടുക്കുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മോൾക്ക് ഈ ഈ ഈ ഒരു ഭാഗം കുറച്ച് ക്ലിയർ ആണെന്ന്. അതുകൊണ്ട് മോൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഭാഗം എന്ത് ചെയ്യില്ല, മാം റിപ്പീറ്റ് ചെയ്യില്ല. ക്ലിയർ? ഓക്കെ മാം. ഞാൻ വിചാരിച്ചു മാം ഇനിയും ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ എനിക്കിപ്പോ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മാമിന്റെ അടുത്ത് എനിക്കിനി ക്ലാസ് വേണ്ടാന്ന് പറഞ്ഞത്. ഓക്കെ, മോളിപ്പോ മാമിന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് മാമിന് എന്ത് മനസ്സിലായത്, നമുക്ക് എക്സാം ഉണ്ടെന്ന്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമുക്ക് ക്ലാസ്സുകൾ റീഷെഡ്യൂൾ ചെയ്യണം അല്ലെ. കാരണം നമുക്ക് ചാപ്റ്റേഴ്സ് എടുത്തു പോകുമ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സ് എടുക്കുന്നതിലൂടെ അല്ലെ, അക്കാഡമിക്സിൽ ലെസൺ പ്ലാൻ ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ചാപ്റ്റർ മോൾക്ക് മനസ്സിലാവുക, എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാം വരുന്ന സമയത്ത് നമ്മൾ ക്ലാസ് സ്കിപ്പ് ചെയ്താല് അല്ലെ, ക്ലാസ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മോക്ക് ടോട്ടലി എന്ത് ചെയ്യും, ക്ലാസ്സുമായിട്ടുള്ള ഒരു ടച്ച് നഷ്ടപ്പെടും. അതുകൊണ്ട് മോക്ക് മാർക്ക് ഇംപ്രൂവ് ചെയ്യാനല്ല പറ്റുക, മോള് ചിലപ്പം ബിലോ ആവറേജിലേക്ക് എന്ത് ചെയ്യും, വരും അല്ലെ. ഒരിക്കലും ഫെയിൽ ആവുന്നല്ല മാം പറയുന്നത്, മേ ബി മോൾ എന്ത് ചെയ്യും, ബിലോ ആവറേജിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കണ്ടിന്യൂസ് പ്രാക്ടീസ് വേണം അല്ലെ, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, എന്താണോ കോൺസെപ്റ്റ് അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, കോൺസെപ്റ്റ് എന്താണോ അത് ക്ലിയർ ചെയ്ത് പോവുക, ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ മോക്ക് ഡൗട്ട് ഉള്ള ഭാഗം ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാം. ഡൗട്ട് എന്ത് ചെയ്യുക, മോൾ ഡൗട്ട് എപ്പോഴും ക്ലിയർ ചെയ്യുക, ഡൗട്ട് ക്ലിയറൻസ് വെക്കുക. ഓക്കെ, മോക്ക് എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യാം, മാമിനെ കോൺടാക്ട് ചെയ്യാം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. മോൾ ഡൗട്ട് വെച്ചിട്ട് ഒരിക്കലും ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോയി പഠിക്കുമ്പോൾ മോക്ക് എന്തെങ്കിലും ചെറിയ ഭാഗം ഡൗട്ട് വന്നാൽ മാമിക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ മാമിന്റെ അടുത്ത് എന്ത് വരിക, ഒരു ക്ലാസ് വേണം അല്ലെ, ഒരു ഹവർ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, മാമിന്റെ അടുത്ത് പറഞ്ഞാൽ മാം അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്ത് തരും. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ് എന്ത് ചെയ്യരുത്, എക്സാം ടൈമിൽ സ്കിപ്പ് ചെയ്യല്ല ചെയ്യേണ്ടത്, മാക്സിമം എത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അറ്റൻഡ് ചെയ്യുക, റിവൈസ് ചെയ്യുക. കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ക്ലിയർ ആണോ? അപ്പം ഇവിടെ ഇനിയും ഒരുപാട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട്
ഡിസ്കസ് ചെയ്യാണ്ട് അല്ലെ. ഇപ്പൊ നമ്മളൊരു 2 മാർക്കിന്റെയും 8 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് മാം പറഞ്ഞു തന്നു. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഓക്കെ മാം ഇപ്പൊ മാം ഇവിടെ വാട്ട് ഈസ് ഇലക്ഷൻ, വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതേപോലെ തന്നെ വാട്ട് ഈസ് യൂണിവേഴ്സൽ ഐഡന്റിറ്റി ഫ്രാൻസിസ്, ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു ക്ലാസ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യണം. മോള് കുറച്ചും കൂടെ മോള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ എക്സാമിന് വരുന്നത് 1 to 3 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ, ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് ത്രീ അല്ലെ തേർഡ്, അങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ആ 3 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, മോളൊന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗമാണോ ക്ലിയർ ആവാത്തത് ആ ഭാഗം എന്ത് ചെയ്യുക, മാമിന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുക. മാം എന്ത് ചെയ്യും, ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അതിന്റെ ഒപ്പം തന്നെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് അത് പറഞ്ഞുതരും. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് നടത്തണം. അത് ടെസ്റ്റിൽ മോക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, മോക്ക് എത്രത്തോളം കോൺസെപ്റ്റ് ക്ലിയർ ആണ്, ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ, ആൻസറിന്റെ പാറ്റേൺ എങ്ങനെ ഇതെന്ന് മനസ്സിലാവുന്നുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, ചർച്ച ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ മോള് വരിക. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. ബൈ മാം.